നമസ്കാരം. കേരള പോലീസിനെ ഒഴിവാക്കിക്കൊണ്ട് മലയാളികൾക്കൊരു ജീവിതമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനടക്കം യൂട്യൂബേഴ്സും മറ്റു മീഡിയയിലുള്ളവരുമൊക്കെ കേരള പോലീസിനെ ചിലരെയെങ്കിലും നിശിതമായി വിമർശിക്കാറുണ്ട്. അതുപോലെ അവർ പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ മിക്കവാറും ചില പോലീസുകാരൊക്കെ കള്ളക്കേസിൽ പെടാറുണ്ട്, അല്ലെങ്കിൽ അവർ ചില പ്രതിസന്ധികളിൽ പെടാറുണ്ട്. അവർ ചെയ്യാത്ത തെറ്റിന് അവർ പെടാറുണ്ട്. അത്തരത്തിൽ അവരുടെ സഹായത്തിന് നമ്മൾ ചെല്ലാറുമുണ്ട്. എന്നാൽ ചില പോലീസുകാരാകട്ടെ അവർ ആരുടെയൊക്കെയോ പിണിയാളുകളായി പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ പണച്ചാക്കുകളുടെ ഒക്കെ പിമ്പുകളായി പ്രവർത്തിക്കുകയും അങ്ങനെ നീതിരഹിതമായി പ്രവർത്തിച്ച് പലരെയും പല കേസിലും അകത്താക്കുകയും ഒക്കെ ചെയ്യുന്നതും നമ്മൾ കേൾക്കാറുണ്ട്. സത്യത്തിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് കൂടുതൽ വരുന്നത് എന്നതുകൊണ്ട് കേരള പോലീസ് എന്ന് പറയുന്നത് പൊതുവെ മോശം പോലീസാണ് എന്നാണ് ഈ അടുത്ത കാലത്തായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത്. സത്യത്തിൽ കേരള പോലീസ് 24 മണിക്കൂർ നേരം കണ്ണടച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര തന്നെ നമ്മൾ പോലീസിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും ആ പോലീസിന്റെ നിലനിൽപ്പാണ് ഇവിടെയുള്ള ബാക്കിയുള്ള 3.5 കോടിയുടെ നിലനിൽപ്പ് എന്നത് വസ്തുതയാണ്. അങ്ങനെയാവുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ സ്വൈരവിഹാരത്തിനും അവരുടെ സന്തോഷത്തിനും എല്ലാം ഉത്തരവാദിത്വം വഹിക്കേണ്ടത്, സംരക്ഷിച്ച് നിർത്തേണ്ടത് ഈ പോലീസുകാരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമുക്കറിയാം സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, പോക്സോ കേസുകൾ നടക്കുന്നുണ്ട്, മറ്റു പീഡന കേസുകൾ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഞരമ്പന്മാരുടെ ഒളി ക്യാമറ ദൃശ്യങ്ങളും അതുപോലെ മറ്റു പല ദൃശ്യങ്ങളും പല പരിപാടികളും നടക്കുന്നുണ്ട്. ഇതൊക്കെ യഥാസമയം പ്രതികളെ പിടികൂടി കേസ് തെളിയിച്ചവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനം. അത് കേരള പോലീസിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഇത്രയും കാര്യക്ഷമതയുള്ള പോലീസ് മറ്റെവിടെയുമില്ല. അതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? ഇവിടെ പോലീസുകാർ, കേരള പോലീസ് സത്യത്തിൽ അവരൊരു കൂട്ടായ്മയല്ല, ഒരു കൂട്ടമാണ് എന്ന് നമ്മൾ കരുതും. പക്ഷെ അവരെല്ലാവരും ഒറ്റയ്ക്കാണ്. ഒരാൾ മറ്റൊരാൾക്ക് തുണയുമല്ല, സപ്പോർട്ടുമല്ല, അവരുടെ സുഹൃത്തുമല്ല, ആരുമല്ല. ഒരു സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ പരസ്പരം വരെ അറിയും, അവർ കുശലം പറയുമെങ്കിലും അവർ ഏതെങ്കിലും ഒരു ആപത്തിലോ അല്ലെങ്കിൽ ഒരു കേസിലോ പെട്ടുകഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ആ സ്റ്റേഷനിലെ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല എന്നതാണ് വസ്തുത. അത് CI ആയാലും SI ആയാലും മറ്റാരായാലും, ഒരു സാധാ CPO ആയാലും ആരായി കഴിഞ്ഞാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ അവർ നീതിരഹിതമായി പ്രവർത്തിക്കാൻ പാടില്ല, അഥവാ അവർ വഴിവിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. കാരണം സ്വന്തം സ്റ്റേഷനിൽ തന്നെ പ്രതി ചേർക്കപ്പെട്ട് ലോക്കപ്പിൽ അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാലുണ്ടല്ലോ, അത് അധികം രസമൊന്നും ഉണ്ടാവില്ല അത് കാണാൻ. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനുണ്ട്, വൈശാഖ് എന്നാണ് അയാളുടെ പേര്. ആ വൈശാഖ് കഴിഞ്ഞ ദിവസം വരെ അവിടുത്തെ പോലീസുകാരനാണ്. അതായത് അവിടെ വരുന്നവരുടെ സുരക്ഷ ഒരുക്കേണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതലയുള്ളവരുടെ സുരക്ഷ ഒരുക്കേണ്ട, ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട, അവരുടെ മാനം സംരക്ഷിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതേ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന ആ റൂമിൽ ഒളി ക്യാമറ വെച്ച് അവരുടെ ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ പിന്നീട് ആ പോലീസുകാരിക്ക് തന്നെ അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പോലീസുകാരി CIക്ക് പരാതി കൊടുത്ത പ്രകാരം ഇതേ വൈശാഖിനെ ഇന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. നോക്കൂ, സ്വന്തം പോലീസ് സ്റ്റേഷനിലെ സ്വന്തം സബോർഡിനേറ്റ്, എപ്പോഴും തന്നോട് സഹകരിക്കുന്ന, തന്നോട് മിണ്ടിയും പറഞ്ഞു നിൽക്കുന്ന ആ വനിതാ പോലീസുകാരൻ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഒളി ക്യാമറയിൽ പകർത്തി അത് ആസ്വദിക്കുന്ന ഒരു പോലീസുകാരൻ, ആ പോലീസുകാരനെ എന്താണ് വിളിക്കേണ്ടത്? സ്വന്തം പോലീസ് സ്റ്റേഷൻ, അത് പോലീസ് സ്റ്റേഷനാണ്, വേറെ എവിടെയുമല്ല. വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഒളി ക്യാമറ വെച്ച് പകർത്തി എന്ന് മാത്രമല്ല, ആരുടെ ആണോ ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ പകർത്തിയത് അവർക്ക് തന്നെ അത് അയച്ചു കൊടുത്തു ഈ മഹാൻ എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും CIക്ക് അവർ പരാതി കൊടുത്തു. അതിൽ പ്രകാരം ഈ പറയുന്ന വൈശാഖിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, പ്രതികളെ പിടികൂടി, ഇത്തരത്തിലുള്ള വിക്രസുകൾ കാണിക്കുന്നവരെ പിടികൂടി മാതൃകാപരമായി കേസ് അന്വേഷിച്ച് കോടതിയെ ഏൽപ്പിക്കേണ്ട ഒരു പോലീസാണ് ഇത്തരത്തിലൊരു കർമ്മം ചെയ്യുന്നത് എന്നാണ്. നേരത്തെ ഏത് പോലീസുകാരനെയാണ് അല്ലെങ്കിൽ ഏത് CI ആണ്, ഏത് SI ആണ് സല്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്? അതേ പോലീസുകാരുടെ, അതേ CIയുടെ, അതേ SIയുടെ മുന്നിൽ ഒരു പ്രതിയായി ചെന്ന് കൈവിലങ്ങുമായി ചെന്ന് നിൽക്കേണ്ട സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. അവിടെയാണ് ഈ പോലീസ് സേന എന്തായി നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. വകുപ്പ് തല നടപടികൾ വരുമെന്ന് പറയുന്നു, ആളെ റിമാൻഡ് ചെയ്തു എന്ന് പറയുന്നു. രണ്ടായാലും കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പേരുകാട്ട, ഇത്രയും കഴിവുള്ള ഒരു പോലീസ് സേനയിൽ ഇതുപോലെ ചില വൃത്തികെട്ടവന്മാരുമുണ്ട്. ഇത്തരത്തിൽ വൃത്തികെട്ടന്മാർ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള വികല നിയമങ്ങൾ പാസ്സാക്കുന്നത്, പല നിരപരാധികളെയും പിടിച്ച് ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പല നിരപരാധികളെയും കൂട്ടിലടയ്ക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൊതുശല്യമായി നിലകൊള്ളുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പോലീസ് കുപ്പായമട്ട ഇവറ്റകൾ കേരള പോലീസിന് അപമാനമാണ് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും വൈശാഖൻ ഇനിയുള്ള കാലം ഉണ്ട തിന്നണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗികൾ
സ്വന്തം പോലീസുകാർ തന്റെ കൂടെ ഉള്ള സഹപ്രവർത്തകരുടെ നഗ്നചിത്രം എടുത്തുകൊണ്ട് അത് കണ്ട് ആസ്വദിക്കുന്ന പോലീസുകാർ, അല്ലെങ്കിൽ പോലീസുകാരെന്ന് പറയാൻ വയ്യ, അങ്ങനെയുള്ളവന്മാരെ പിടിച്ച് പോലീസ് സേനയിൽ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഗതി എന്താകും എന്നാണ് ചിന്തിക്കേണ്ടത്. Different angles. Don't forget to subscribe and support this channel.